ഉത്തമഗീതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി കർത്തദാസൻ വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കുക, മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവളാർ. ഇന്ന് രാത്രി കമ്പിവാചകം പോലെ ചില കാര്യം കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് ഓർപ്പിക്കുക. ഞാനും നിങ്ങളും ഒരു മരുഭൂമി യാത്രക്കാരാ. അവൻ പുതിയ നിയമ സഭ അവൻ ആത്മീകമായിട്ട് പഠിക്കുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ മരുഭൂമി യാത്രക്കാരാ. ആത്മീയ ലോകത്തെ പാട്ടുകാർ പലരും പാടി ഓർപ്പിച്ചുണർത്തുക, നമ്മൾ മരുഭൂപ്രയാണ യാത്രക്കാരാ. അങ്ങനെയുള്ള പാട്ടുകൾ ധാരാളമുണ്ടല്ലോ. ഒരു പാട്ടുണ്ട്, മരുഭൂമിയിൽ തളരാതെ, മരുഭൂമിയിൽ മതി തളരുന്നില്ലല്ലോ, അതറിഞ്ഞാൽ മതി, തളരണ്ട. വേറൊരു പാട്ടുണ്ട്, മരുഭൂപ്രയാണത്തിൽ ചാരിയിടുവാൻ. വേറൊരു പാട്ടുണ്ട്, മരുവിൽ തൻ പ്രിയന്മേൽ ചാരി വരും തരുണീമണി. നല്ല എല്ലാം തരുണീമണികളാ, പാടുന്നില്ലെങ്കിലും. അപ്പൊ എന്തായാലും കൊള്ളാം, ഈ പാട്ടുകാരെല്ലാം പാടി ഓർപ്പിക്കുന്നത് നമ്മൾ മരുഭൂപ്രയാണ യാത്രക്കാരാ. അങ്ങനെയെങ്കിൽ കമ്പിവാചകം പോലെ ചില കാര്യം പറയട്ടെ. ഈ മരുഭൂമിയിൽ നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. ഈ മരുഭൂമിയിൽ നിന്നെ പരിപാലിക്കാൻ ദൈവം വിശ്വസ്തനാ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാ. ഈ മരുഭൂമിയിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? കമ്പിവാചകം പോലെ ചിന്തിക്കാം. മരുഭൂമി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 7:38, 39 ചേർത്ത് പഠിക്കുമ്പോൾ അത് സഭയോട് ബന്ധപ്പെട്ട് പഠിക്കുന്നത് കുഴപ്പമില്ല. അവിടെ ഒരു പദമുണ്ട്, മരുഭൂമിയിലെ സഭയിലിരുന്നവൻ. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 38, 39 തിരുവെടുത്ത് ഒന്ന് വായിച്ച് ഇതിനോട് ചേർന്നൊന്ന് സഹായിച്ചാട്ടെ. 7:38, 39 സീനായി മരുഭൂമിയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മൈക്കൂടെ ദൈവദാസൻ എന്ന് മൈക്കൂടെ സിനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. അങ്ങനെയെങ്കിൽ ചിന്തിക്കുക, ഈ മരുഭൂമിയിൽ നമ്മൾ യാത്ര ചെയ്യുക, മരുഭൂപ്രയാണമാ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട്? കമ്പിവാചകം പോലെ പറയാ. ഇനി ഓടിച്ച് മുമ്പോട്ട് പോകുക. ദൈവത്തിന് മഹത്വം. ആ മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടാണ് ഇവൾ വരുന്നത്. ഈ മരുഭൂമിയിൽ എന്തുണ്ട്? തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ കമ്പിവാചകം പോലെ മരുഭൂമിയിൽ എന്തുണ്ട്? ഈ മരുഭൂമിയിൽ എന്തുണ്ടെന്ന് അറിഞ്ഞിട്ട് യാത്ര ചെയ്താൽ ഈ യാത്രയിൽ നീ ക്ഷീണിക്കുകയല്ല, ഈ യാത്രയിൽ നീ തകർന്നു പോകത്തില്ല, ഈ യാത്രയിൽ നീ തേളടിയാകത്തില്ല. ഒരിക്കലൊരു യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്ന് പ്രസംഗമെല്ലാം കഴിഞ്ഞ് 2 പിതാക്കന്മാർ തമ്മിൽ സംസാരിക്കുക. ശ്രദ്ധിച്ചു, ഞാൻ ഉറക്കെ പറയുന്നത് കൊണ്ട് കേൾക്കാം. അപ്പോൾ ഒരു പിതാവ് പുതിയ വിശ്വാസിയും മറ്റേ പിതാവ് പഴയ വിശ്വാസിയാണ്. അപ്പോൾ പഴയ വിശ്വാസിയാകുന്ന പിതാവിനോട് പുതിയ വിശ്വാസിയാകുന്ന പിതാവ് പറയുക, ചാക്കോച്ച, പെന്തിക്കോസ് വന്നപ്പോഴാ ഇത് ഉണ്ടെന്നറിഞ്ഞ്. എന്തോ വിഷയമാണ്, സഭയ്ക്കകത്തതോ വീട്ടിൽ എന്തോ വിഷയമാണ്. അപ്പം പുതിയ വിശ്വാസി പറയാ, ചാക്കോച്ച, പെന്തിക്കോസ് വന്നപ്പോഴാ ഇത് ഉണ്ടെന്നറിഞ്ഞത്. എന്തോ വിഷയമാണ്. അപ്പൊ പഴയ വിശ്വാസി അല്പനേരത്തെ മൗനത്തിന് ശേഷം തിരിച്ചു പ്രതിവചിച്ചു, കീവറിയിച്ച, ഇതെല്ലാം ഉണ്ടെന്നറിഞ്ഞുകൊണ്ടാ ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? പുതിയ വിശ്വാസിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല, പഴയ വിശ്വാസിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയായിരുന്നു. അപ്പോൾ അറിയാൻ പാടില്ലാഞ്ഞ വ്യക്തി ഈ പ്രശ്നം വന്നപ്പോൾ ആകെ തകർന്നു. എന്നാൽ ഇതൊക്കെ അറിയാമായിരുന്ന വ്യക്തി ആ പ്രശ്നം വന്നപ്പോൾ തളർന്നില്ല. അപ്പോൾ അറിഞ്ഞേച്ച് യാത്ര ചെയ്താൽ നീ തളരുകയില്ല, നീ ക്ഷീണിക്കത്തില്ല, മടുത്തു പോകത്തില്ല. അറിയാതെ എന്തെങ്കിലും സംഭവിച്ചാൽ തകർന്നു പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞേച്ച് നമുക്ക് വീട്ടിൽ പോകാം. ദൈവത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പലതും അറിയാം, അതൊക്കെ എനിക്കും അറിയാം, നിങ്ങളുടെ ഇരിപ്പ് കാണും. എന്നാലും അറിയാത്ത ആരുടെയും അറിവിനാ ഈ പറയുന്നത്. എന്തൊക്കെയുണ്ട് മരുഭൂമിയിൽ. ഇനി ദൈവദാസൻ കമ്പിവാചകം പോലെ വായിച്ചൊന്ന് തരികയായിരുന്നെങ്കിൽ എനിക്ക് വളരെ ആശ്വാസമാ. സഹായിക്കുന്നതിന് നന്ദി. ദൈവം ആരോഗ്യവും ആയുസ്സുമൊക്കെ തരട്ടെ. ഞാൻ വാക്യങ്ങളെല്ലാം അങ്ങ് പറയാം, അപ്പം എടുത്ത് പിന്നീട് വായിക്കാമല്ലോ. അടുത്തിരിക്കുന്നവർ ഒന്ന് എടുത്ത് കൊടുക്കുക ആണെങ്കിൽ നല്ലതാ. മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളത് ആ വിഷയം.
ഉൽപ്പത്തി പുസ്തകം 21:14 എടുക്കണം, അതിൻ്റെ 19 എടുക്കണം. പിന്നെ പുറപ്പാട് 3:1, 3:18, 5:1, 2 എടുക്കണം. പിന്നെ 15:22 മുതൽ താഴോട്ടും വായിക്കണം, 16:31 വായിക്കണം. പിന്നെ മത്തായി 4:1, 3:1, മർക്കോസ് 1:2, 3 വായിക്കണം. പിന്നെ 29-ാം സങ്കീർത്തനം 8-9 വായിക്കണം. നമുക്ക് എല്ലാ വാക്യവും ഇപ്പം പറയാൻ ഒക്കുവാൻ അറിയത്തില്ലെങ്കിലും ഒക്കുന്നിടത്തോളം നമുക്ക് ചിന്തിച്ചങ്ങ് പിരിക. ആദ്യം ഉൽപ്പത്തി 21:14 വായിച്ചോ കർത്തൃദാസനെ. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് അവളെയും കൊടുത്ത് കുട്ടിയെയും കൊടുത്ത് പറഞ്ഞയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നു ഇവർ. ഈ മരുഭൂമി യാത്രയിൽ ആരും ക്ഷീണിക്കരുത്. എന്തൊക്കെ ഉണ്ടെന്നറിഞ്ഞിട്ട് ഈ മരുഭൂമിയിൽ കൂടി നീ യാത്ര ചെയ്താൽ നീ തളർന്നു പോകത്തില്ല. എന്തൊക്കെയുണ്ട് ചിന്തിക്കാം. ഉൽപ്പത്തി 21:14 പറയുക, അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് ഹാഗാന്റെ തോളിൽ വെച്ച് കുട്ടിയെ കൊടുത്തവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ശ്രദ്ധിക്കുക, ബേർശേബ മരുഭൂമിയിൽ തന്റെ തലമുറയാകുന്ന ഇസ്മായേലിന്റെ കൈക്ക് പിടിച്ച് വേദനയോട് ഭാരത്തോടെ യാത്ര ചെയ്യുന്ന ഒരു സഹോദരി. സാഹചര്യം പിടിച്ചാൽ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടവളല്ല. അബ്രഹാമിൻ്റെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചവളാണ്. പക്ഷേ സാഹചര്യം ഇപ്പം വിരുദ്ധമായി മരുഭൂമിയിൽ അലഞ്ഞു നടക്കുക. ചിലർ പറയാറുണ്ട്, പാസ്റ്റർ ഞാൻ ഇങ്ങനൊന്നും ജീവിക്കേണ്ട ആള് അല്ല. അതിനെ അമ്മാമ, അയ്യോ എൻ്റെ ആങ്ങളമാരെല്ലാം നല്ല നിലയില, എൻ്റെ മൂത്ത ആങ്ങളെയും ഇളയ ആങ്ങളെയും നടുവത്തെ ആങ്ങളെയും നല്ല ഇതില്ല. എന്നാ ചെയ്യാനാ, ഞാനിവിടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം അങ്ങനെയൊക്കെയാണ്. ഞാനിങ്ങനൊന്നും ഇവിടെ വന്ന് ഇരിക്കേണ്ട ആളെ അല്ല. കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഡെമ്പ് പറയുന്നവരോട് ഞാനൊരു കാര്യം പറയാം. മൂത്ത ആങ്ങളുടെയും നടുവത്തെ ആങ്ങളുടെയും ഇളയ ആങ്ങളുടെയൊക്കെ കനവും തൂക്കവും പറയുന്ന കൊള്ളാം. അവിടെ നാത്തൂനുണ്ടെന്നുള്ള കാര്യവും മറക്കരുത്. പണ്ട് പൂവത്തൂർ ഉണർവുണ്ടായപ്പം ഓരോരുത്തർ പാപങ്ങൾ ഏറ്റു പറഞ്ഞെന്നാ. ഞാൻ ഏത്തക്കൊല മോട്ടിച്ചു, ഞാൻ ആടിനെ മോട്ടിച്ചു, ഞാൻ കത്തിക്ക് കുത്താൻ പോയി, ഞാൻ അവൻ്റെ പാക്ക് മോട്ടിച്ചു എന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ ഉണർവുണ്ടാകാതിരുന്ന 1-2 പേര് പറഞ്ഞെന്നാ പറഞ്ഞത്. ഉണർവും ചാട്ടവും ഒക്കെ നല്ലതാ. പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യവും മറക്കരുത്. കാരണം തെളിയാത്ത കേസുകളാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണർവുണ്ടായപ്പം നമുക്ക് ഉണർവുണ്ടാകുന്നതനുസരിച്ച് ഉള്ള കേസ് പിന്നെ ഒതുക്കുക. പക്ഷെ അവിടെ ഉണർവുണ്ടായപ്പോൾ കേസ് തെളിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ ആങ്ങളുടെ തൂക്കവും കനവും ഒക്കെ പറഞ്ഞുകൊള്ളാം. അവിടെ നാത്തൂനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നീ കൂടിൻ്റെ കുടുംബിക്ക് പിടിച്ച് അങ്ങോട്ട് ആങ്ങളുടെ കനം പറഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോൾ നാത്തൂൻ ചോദിക്കും, അമ്മാമ്മ 12-ൻ്റെ വണ്ടിക്കാന്നോ പോകുന്നത്, 2-ൻ്റെ വണ്ടിക്കാന്നോ? 12-ൻ്റെ ആന്ന് വാതുക്കേന്ന് കിട്ടും, 2-ൻ്റെ ആന്ന് ഞങ്ങൾ വയല വരെ. അപ്പം കനം പറഞ്ഞ കുഞ്ഞുഞ്ഞമ്മ പറയും, എന്നാൽ ഞാൻ 12-നെ തന്നെ പിടികിട്ടി കാണുമല്ലോ എന്നെയാന്ന് മനസ്സിലായി. ഒരു കാര്യം പറയാം, വന്നു കയറുന്ന വീടാ നിങ്ങളുടെ വീട്. ചിലപ്പോൾ ഒരു ചെറ്റക്കുടിലായിരിക്കും, വാർക്ക കെട്ടിടമായിരിക്കുകയല്ല, പനമ്പ് കൊണ്ട് മറച്ചതായിരിക്കും, ചാണകം തളിച്ച തറയായിരിക്കും. മതി, ദൈവമാ നിന്നെ അവിടെ വിട്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, ആ ചെന്ന സ്ഥലത്തിരുന്ന് നീ ദൈവത്തെ ഭജിച്ച് ദൈവത്തെ വിളിച്ച് വിശ്വസ്തയോടെ ജീവിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ നിന്നാൽ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. മാറ്റം വരുത്താൻ ദൈവം വിശ്വസ്തനാ. അങ്ങനെ അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവൻ മേലിൽ നിന്റെ സന്തതിയെയും പുലർത്തുവാൻ ദൈവം വിശ്വസ്തനാ. അതുകൊണ്ടൊരു കാര്യം പറയാം, ആങ്ങളുടെ കനവും തൂക്കവും ഒന്നും പറയരുത്. അവരോട് പിണങ്ങണമെന്നല്ല, വേണ്ട. നാത്തൂനുണ്ട്, മനസ്സിലായി കാണുമല്ലോ. ഏതായാലും ഹാഗാർ ഇങ്ങനെ ജീവിക്കേണ്ടവളല്ല. വിസ്തരിക്കുന്നില്ല. അബ്രഹാം ഒരു ദിവസം എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് ഇവളെയും കുട്ടിയെയും പറഞ്ഞ് വെളിയിൽ വിട്ടു. അന്ന് ഇസഹാക്കിന്റെ മുലുകുടി മാറി വിരുന്ന് കഴിക്കുക. എല്ലാവരും സന്തോഷിച്ച വേളയിലാണ് ഇവളും പൈതലും മരുഭൂമിയിലേക്ക് ഇറങ്ങി. അബ്രഹാം കൊടുത്ത വെള്ളം തീർന്നു, അപ്പകഷ്ണങ്ങൾ തീർന്നു. വെള്ളമില്ലാതെ അപ്പമില്ലാതെ ഹാഗറും പൈതലും വളരെ ഭാരപ്പെട്ടു. അല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രതീക്ഷ ഈ കുഞ്ഞാ. വെള്ളം തീർന്നു, അപ്പമില്ല. കുട്ടി മരണവപ്രാളം കാണിക്കാൻ തുടങ്ങി. ഉപജീവനത്തിന്റെ വഴി കടഞ്ഞു. കുട്ടി മരണവപ്രാളം കാണിക്കുന്നു. കുട്ടി മരിക്കുമെന്ന് ഹാഗറിന് ഉറപ്പായപ്പോൾ, നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്കറിയാം, കുട്ടി മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ കുട്ടിയെ ദൂരത്ത് മാറ്റി കുറുങ്കാട്ടിലിട്ടേച്ച് മാറി മരുഭൂമിയിൽ ഹാഗാർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി.
മരുഭൂമിയിൽ കരയുന്ന ഒരു മാതാവ്, മരുഭൂമിയിൽ കരയുന്ന ഒരു പെറ്റതള്ള, മരുഭൂമിയിൽ നിലവിളിക്കുന്ന ഒരു സഹോദരി. സഹോദരിയോട് ചോദിക്കാം, സഹോദരി, നീ മരുഭൂമിയിൽ കരയാനും നിലവിളിക്കാനുള്ള സാഹചര്യം എന്താ, വിഷയം എന്താ? എൻ്റെ ഭാഷ പറഞ്ഞ ഹാഗാർ പറയും, ഭർത്താവില്ലാത്തതോ ഭവനമില്ലാത്തതോ സമ്പത്തില്ലാത്തതോ ഒന്നുമല്ല എൻ്റെ വിഷയം. ഞാൻ ഇപ്പോൾ നിലവിളിക്കാനുള്ള വിഷയം എൻ്റെ തലമുറയുടെ വിടുതല. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, തലമുറയെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് തലമുറയുടെ വിഷയത്തിൽ ഞരങ്ങുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഓൺലൈനിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്നോട് വചനത്തിൽ കൂടെ ദൂര് പറയാ, ഈ തലമുറയെ ദൈവം തന്നതാണെങ്കിൽ, ഈ തലമുറയെ ദൈവം തന്നതാണെങ്കിൽ ഇതിനെ ഉയർത്തുവാൻ, ഇതിനെ മാനിക്കുവാൻ, ഇതിനെ ആദരിക്കുവാൻ ദൈവം വിശ്വസ്തൻ. മക്കളെ ഗോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലവും വീരന്റെ കയ്യിൽ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ അവയെ കൊണ്ട് തന്നെ അവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്ക് വെച്ച് സംസാരിക്കുമ്പോൾ അവൻ ഭയപ്പെടത്തില്ല. ഇന്ന് രാത്രി ദൈവം എന്ന തലമുറയ്ക്കായി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്റെ തലമുറ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ അലപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇത് ഏകദിന കൺവെൻഷൻ ആണെങ്കിലും വചനത്തിൽ കൂടെ ദൈവാത്മാവ് ദൂത് പറയുകയാ. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുകയാ, നിന്റെ തലമുറ അലപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ ജീസസ്, ദൈവത്തിന് മഹത്വം. ആട്ടാട്ടെ, ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ചങ്ങ് പറയാം, മരുഭൂമിയിൽ എന്തുണ്ട്? ദൈവദാസനെ 19 വാക്യം വായിച്ചേ, 19 വാക്യം 21:19 വായിച്ചേ. ദൈവം അവളുടെ കണ്ണ് തുറന്നു, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവളൊരു നീരുറവ കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവത്തിന്റെ മഹത്വം. ഈ ഹാഗാറിന്റെ കണ്ണിനെ ദൈവം അങ്ങ് തുറന്നു. ദൈവം അവിടെ കണ്ണ്, ഈ ഉൽപ്പത്തി വേറൊരു അമ്മയുടെ കണ്ണും തുറന്നായിരുന്നു, അത് തന്നെ തുറന്നതാ. 3:6 വായിച്ചു, നമുക്ക് അറിവുള്ളതാ. അതും കണ്ണ് തുറന്നെന്നാ. 3:6 അത് തന്നെ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളത് ജ്ഞാനം പ്രാപം കാണുമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. ഇവിടെയും കണ്ണ് തുറന്നു, ഇവിടെയും കണ്ണ് തുറന്നു. പക്ഷെ ഗുണമൊന്നുമില്ല. കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ രണ്ടുകൂടെ സാറ്റ് കളിക്കുക. അത്തയ്ക്ക് മറിഞ്ഞിരുന്നതൊക്കെയാ ചൊല്ലി പറയുന്നത് ആട്ടെ. അപ്പൊ ഈ കണ്ണ് തുറന്നത് ഗുണം വരാനുള്ളത് ഉറപ്പല്ല. എന്നാൽ നമ്മുടെ വിഷയത്ത് വരാ, ഉൽപ്പത്തി 21:19 വായിക്കുന്നത്, മരുഭൂമിയിൽ നിലവിളിച്ച് കരഞ്ഞ ഹാഗാറിന്റെ കണ്ണ് ദൈവം തുറന്നു. ദൈവം അവിടെ കണ്ണ് തുറന്നു. അവളൊരു നീരുറവ് കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഞാനിങ്ങനെ പറയാറുണ്ട്, മരുഭൂമിയിൽ തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരു വളാർ. അവളോട് ഇന്ന് രാത്രി ഒരു ദൂത് പറയുകയാ. ഈ മരുഭൂമിയിൽ കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്നോട് വചനത്തിൽ കൂടെ ദൂത് പറയുക. ഒന്ന്, ഈ മരുഭൂമിയിൽ സർവജ്ഞനായ ദൈവത്തിൻ്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സന്തതിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സന്തതിയുടെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. സകലതും കരുതി ഒരുക്കി വെച്ചാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. ഹല്ലേലൂയ. സകലതും കരുതി വെച്ചാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. അതുകൊണ്ട് ഈ മാർഗത്തിൽ വന്ന ആരും നിരാശപ്പെടരുത്. ചില ചോദിക്കാറുണ്ട്, എവിടെ പെന്തിക്കോസിലാണോ? ആ, ഞങ്ങൾ പെന്തിക്കോസിൽ. യോ അമ്മാമ്മേ, ഞങ്ങൾക്ക് പെന്തിക്കോസിൽ വരണമെന്നുണ്ട്. പിന്നെ കല്യാണം നടക്കുമോ മോടെ? ഇവിടെ 2-3 കെട്ടുന്നു. വെള്ളം താ. ഈ വിഡ്ഢി ചോദ്യമൊക്കെ ചോദിക്കാമോ? അല്ല, നിങ്ങളിപ്പോൾ പറയാം, അതെന്തിനാ പാസ്റ്റർ പൊതുവിൽ? നമ്മളെക്കാളും കാര്യം എല്ലാം നാട്ടുകാർക്കറിയാം. പിന്നെ നമ്മളിങ്ങനെ പൊത്തി വെച്ചിട്ട് 3 മാസമൊക്കെ ഒളിപ്പിച്ച് വെക്കാം, പിന്നെ ഒളിപ്പിക്കാനൊന്നും നോക്കുകയല്ല. 3 മാസമൊക്കെ പിന്നെ അവർ സഭയ്ക്കകത്ത് വന്ന് അറിയുന്നതിൽ നല്ല നേരത്തെ അറിഞ്ഞേച്ച് വരുന്നതാണ് അല്ലേ എൻ്റെ ന്യായം? ഇട ഇതിനകത്ത് വന്ന് അറിയുന്നതിൽ നല്ലത് അറിഞ്ഞേച്ച് ഇങ്ങോട്ട് വരുന്നതാ. അതല്ലേ വലിയപ്പം പറഞ്ഞതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞോണ്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. ഒരു കാര്യം പറയാം, കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നല്ല വിഷയം.
എടാ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകലർക്കും ദൈവം ഒരു തുണയോ ഒരുക്കിയിട്ടുണ്ട്. നിന്റെ സന്തതിക്കും ദൈവം ഒരുക്കി തരും. നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. സ്തോത്രം. അങ്ങനെയാണെന്നുള്ള പുസ്തകത്തിലെ വാക്യം, ഇത് യഹോവയാൽ വരുന്നു, ദൈവം നിന്നെ നേർക്ക് വരുത്തി തരും. എലിയാസനോട് അങ്ങനെ പറഞ്ഞ, പൊക്കോ പൊക്കോ പൊക്കോ, ദൂതനെ വിട്ടിട്ടുണ്ടെന്ന്, നീ പൊക്കോ. അങ്ങനെയാണെന്നല്ല, ചെന്നപ്പം കിണറ്റിൻകരയിൽ ചെന്നപ്പോൾ ഒരു പെങ്കൊച്ച് വെള്ളം കോരാൻ വരുന്നു. അവിടെ ആ നടത്തവും രീതിയും മോഹവും ആ കുടവുമായിട്ടുള്ള വരവും ആ നിപ്പും നോട്ടവും ഒക്കെ കണ്ടപ്പോഴേ എലിയാസറിന് ബോധ്യപ്പെട്ടു, കുടുംബത്ത് നിർത്താൻ കൊള്ളാവുന്നതാണ്, അല്ലാതെ കാല് പറഞ്ഞതല്ല. കുടുംബത്ത് പണ്ട് പറയുമായിരുന്നു 10 ലക്ഷവും ഭൂതവും. അതിലുമൊക്കെ നല്ലതാ 10 ലക്ഷം ഇല്ലേലും ദൈവകൃപയുള്ളവരെണ്ണം. പിന്നെ നമ്മൾ ഈ പെന്തിക്കോസുകാർ ചെല്ല് തട്ടിപ്പുകാരൊത്തിരി ഉണ്ട്. ചെല്ലുമ്പോൾ പാസ്റ്റേ, ഒരു മോനൊരു പെൺകുട്ടിയെ വേണം, അല്ലെ മോക്കൊരു, ഞങ്ങൾക്ക് പിന്നെ ഒന്നും നോട്ടമില്ല, ദൈവകൃപ. ചുമ്മാ പറയുന്നതാ. ഇവനെല്ലാം കൊച്ചുണ്ണിയുടെ ചേട്ടന്മാരാ. വെറുതെ പറയുന്നതാ. എന്നാ നമ്മൾ പറയാം, എന്നാ ജോർച്ച നല്ല ദൈവകൃപയുള്ളൊരു നല്ല പെണ്ണ. അവിടെ അപ്പനെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നായി മാർഗത്ത് വന്ന്, അമ്മ പിന്നെ സിറിയൻ ക്രിസ്ത്യൻ എങ്ങാണ്ടാണ് ആ തോന്നുന്നത്. പക്ഷെ നല്ല ദൈവകൃപയാണ്. ഉടനെ പറയുന്നതിന്, പക്ഷെ അത് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ വീട്ടുകാരുമായിട്ടൊന്ന്. എന്നാൽ പിന്നെ ഇവന് ഈ വെടലത്തരം പറയണോ? ചുമ്മാ തട്ടിപ്പാന്ന്. വേറെ ചെല്ലു പറയും, ഞങ്ങൾ സ്ത്രീധനം ഒന്നും ചോദിക്കാത്തതാ ബുദ്ധി, അവർ കുറച്ചുകൂടെ തരും. ഞാൻ ചോദിക്കട്ടെ, ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നീ ഒന്നും എടുക്കാൻ നിനക്കൊരു സമ്മാനം തരാം. അങ്ങനെ എടുത്തവരുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും തീർത്ത് പറയുന്നില്ല. മിക്കവരും ഈ ചുമ്മാ പുറംപൂച്ച് പറയുന്നതാ. സമയായല്ലയോ? ആയിക്കോട്ടെ, വെറുതെ പറയുന്നത്. എലിയാസറിന് മനസ്സിലായി ഇവളെ വീട്ടിൽ നിർത്താൻ കൊള്ളാം. കണ്ടപ്പോഴേ ബോധിച്ചു. അപ്പൊ അവനൊരു കണ്ടീഷൻ വെച്ചു, ഞാൻ കുടിക്കാൻ വെള്ളം ചോദിക്കും. ആ പെങ്കൊച്ച് പറയണം, നിനക്ക് എന്താ, നിന്റെ ഒട്ടകത്തിന് എത്ര ഒട്ടകം ഉണ്ടായിരുന്നു മോളെ? എത്ര ഉണ്ടായിരുന്നു അമ്മേ? നിങ്ങൾ കൂടെ പോയില്ലല്ലോ. എത്ര ഒട്ടകം ഉണ്ടായിരുന്നു? സഹോദരി ആണെന്നല്ലോ മുമ്പേ ആൻസർ പറഞ്ഞേ. 30 ഉറക്ക പറ. 3000 ഒട്ടകമോ? അയ്യോ, വല്ലാത്ത പോക്കാ പോയത്. ഒരു പെണ്ണിനെ കാണാനാന്നോ 3000 ഒട്ടകമായിട്ട്? എന്നാലും ഒരു നല്ല കണക്കാ കേട്ടോ. എന്നാലും എലിയാസറിനെ കൊച്ചാക്കിയില്ല. 10 ഒട്ടകം. ഉത്തമദ്രിയായ ബാലയെ തിരഞ്ഞ ബ്രാഹ്മിൻ പ്രത്യാപരം ചെയ്ത വേലയെ. ഉത്തമദ്രിയായ ബാലയെ തിരഞ്ഞ ബ്രാഹ്മിൻ പ്രത്യാപരം ചെയ്ത വേലയെ. അതെ, പാടാൻ നേരമില്ല, അതുകൊണ്ടാ. എന്തായാലും കൊള്ളാം. അവൻ സ്തോത്രം. നിന്റെ വിഷയം പരിഹരിക്കാൻ ദൈവം വിശ്വസ്തനാ. ഒന്ന്, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. നിന്റെ തലമുറയ്ക്ക് അവൻ തക്ക തുണയെ ദൈവം ഒരുക്കി തരും. ചെല്ലി വയ്ക്കുന്ന, ഞങ്ങൾക്ക് നിങ്ങളുടെ കൊട്ടും പാട്ടും ഒക്കെ ഇഷ്ട. സെമിത്തേരി ഉണ്ടോ? ചാകാൻ വരുവാന്നോ? നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ആരും യോജിക്കുകയല്ലെന്ന് എനിക്കറിയാം. എടാ, കൊണപ്പെട്ടവനെ സെമിത്തേരി വിഷയമല്ല. നീ കൊണപ്പെടാത്തത് കൊണ്ടാ ഇപ്പോഴും കല്ലറയും സെമിത്തേരിയും തപ്പി നടക്കുന്നേ. എടാ, കൊണപ്പെട്ടവൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചെങ്കിൽ, സ്ഥലമില്ലെങ്കിൽ വീടിന്റെ അവിടെ അടക്കിയാലും കാഹളം ധ്വനിക്കുമ്പോൾ അവൻ ഉയർത്തു വരും. അതാ പുസ്തകത്തിലെ പ്രമാണം. ശരിക്കും മാനസാന്തരപ്പെട്ടവന് സെമിത്തേരി വിഷയമല്ലെന്ന്. അല്ല, വിഷയമല്ല. നീ ഇപ്പം കല്ലറയുടെയും സെമിത്തേരിയുടെയും കാര്യം പറഞ്ഞ് എന്തിനിങ്ങനെ ആലോക്യം ഉണ്ടാക്കുന്നു? അടക്കുന്ന വിഷയം വരുമ്പോൾ എടുത്തോണ്ട് പൊക്കോളാൻ പറയണം. എങ്ങോട്ടെല്ലാം കൊണ്ടുപോകും? നമുക്ക് കുറച്ചുകൂടെ സൗകര്യമല്ലേ? മക്കൾ 2 എണ്ണം സമുദായത്തിൽ, 1 എണ്ണം പെന്തിക്കോസി, 1 എണ്ണം എങ്ങില്ല. തള്ളയാകുമ്പോൾ പിന്നെ തർക്കമാണ്. ഞങ്ങൾ എന്തിന് ആരെങ്കിലും കൊണ്ട് അടക്കട്ടെ? നമ്മളും അങ്ങ് കൂടിയേക്കണം. ഒക്കെ തന്നെ പോയിരുന്ന് പാട്ടും പാടി സമയം തരിക എന്ന് 2 വാക്കും. അതിനൊന്നും കടിപിടി ഉണ്ടാക്കരുതെന്ന്.
പണ്ട് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, ശവമടക്കാൻ കൊണ്ടുചെന്നപ്പം അച്ഛനും കപ്പിയാരും ചുമതലപ്പെട്ടിട്ട് പറഞ്ഞു, കാശ് കുടിശ്ശിക കിടപ്പുണ്ട്, കുടിശ്ശിക തരാതെ തർക്കമായി. അവരും അല്പം മിടുക്കരായിരുന്നു. അവർ ആ മോന്തളത്തിൻ്റെ അവിടോട്ട് ഡെഡ് ബോഡി വെച്ചാൽ എല്ലാവരും പോയി. എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അവസാനം അച്ഛൻ ആൾക്കാരെ വിട്ടു, അങ്ങോട്ട് 1000 രൂപ തരാം വരാൻ. കുടുംബക്കാർ തീരുമാനമെടുത്ത് ആരും പോകരുതെന്ന്. എടാ, അടക്കുന്ന സമയത്താണോ വില പേശുന്നേ? ആണോ? അതിനൊക്കെ മിടുക്കൊരു പെന്തിക്കോസുകാർ തന്നെ. കുടിശ്ശിക നോക്കുകയാണ്, ഒരെണ്ണത്തിന് അടക്കാൻ അതൊക്കെ നമ്മൾ തന്നെ. അയ്യോ, നമ്മൾ ശ്വാസം മുട്ടൽ തുടങ്ങുമ്പോൾ മുതലേ നമ്മളവിടെ ഉണ്ട്. പിന്നെ അടക്കം കഴിഞ്ഞ് അന്ന് ഒക്കുന്നെങ്കിൽ അന്ന് വൈകിട്ടൊരു യോഗം കഴിഞ്ഞ് ചിലപ്പം പിറ്റേന്ന് ഒരു യോഗം വെക്കാൻ. മറ്റവരങ്ങനല്ല, കാശുകാരാണ് അടക്കുകയല്ലെന്ന്. അവർ കുടുംബക്കാർ നേരത്തെ തീരുമാനിച്ചു. അങ്ങനെ പിടിവാശി വെക്കുകയാണ്. മോന്തളത്തിലോട്ട് തന്നെ ഡെഡ് ബോഡി വെച്ച് നമ്മളല്ല എല്ലാവരും വീട്ടിൽ പോയി. അച്ഛൻ പരുവക്കാട് സന്ധ്യയായിട്ടും ആൾ വരുന്നില്ല. അപ്പോൾ അച്ഛൻ ആളിനെ വിട്ടു, അങ്ങോട്ട് 1000 രൂപ തരാം, ഒരു 4-5 പേര് അടക്കുന്ന വിഷയത്തിലാണ് ഉടക്കുണ്ടാക്കുന്നത്. കൊണപ്പെട്ടവനെ എവിടെ അടക്കിയാലും കാകളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവനാണെങ്കിൽ അവൻ പുത്തൻ ശരീരത്തിൽ ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഞാൻ ദീർഘമാക്കുന്നില്ല. ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിൻ്റെ കരുതലുണ്ട്. ആമേ. സമുദായങ്ങളും സംഘടനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളെല്ലാം വിട്ട് സത്യദൈവത്തെ ഭജിക്കുവാൻ, സത്യമാർഗത്തിന് വേണ്ടി നിത്യജീവനെ പ്രാപിക്കുവാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വേർപെട്ടിറങ്ങിയ നിന്നോട് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ദൂരെ പറയാ, തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, മടുക്കരുത്, പിന്മാറരുത്. ഒന്ന്, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. നിന്നെ കരുതുവാൻ, നിന്നെ പുലർത്തുവാൻ ദൈവം വിശ്വസ്തനാ. ദൈവദാസനെ എല്ലാ വാക്യവും പറയാൻ നേരമില്ല. സ്തോത്രം. 2 പുറപ്പാട് 3:1 മുതൽ പഠിക്കുമ്പോൾ മോശ മിദ്യാനിലെ പുരോഹിതൻ എന്ന ഈ അമ്മായിപ്പനുമാകുന്ന ഇത്രോവിന്റെ ആടുകളെ മേയിച്ച് ദൈവത്തിന്റെ പർവ്വതമാകുന്ന മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബ് ചെന്നപ്പോൾ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ അക്കുന്ന ഞാലയിൽ ദൂതൻ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോളോട് ഒരു ദൂതൂടെ പറയാൻ. 2, മരുഭൂമിയിൽ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. അനർത്ഥത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന്, പെടുമരണത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ അവൻ ദൈവം ദൂതനെ ഇറക്കും. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. നീ ആരാധിക്കുന്ന സഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. അതുകൊണ്ട് സുവിശേഷ വിരോധികളോ മരഭ്രാന്തന്മാരോ ആരേലും സഭാഗോളിന്റെ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ ദൈവമക്കൾ പതറരുത്. ദൈവം ദൂതനെ ഇറക്കും. വിശ്വസിക്കുന്നവരെ, അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. നിന്റെ സഭാഗോളിന് ചുറ്റും ദൈവം ദൂതനെ ഇറക്കും. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയാ. ഇന്ന് രാത്രി കോടി ദൂതന്മാര് അവൻ നിനക്ക് സംരക്ഷണമായി ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ദൂതൻ നിന്റെ ആലയത്തിന് ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റുമുണ്ട്. ദൈവം ദൂതനെ ഇറക്കും. അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കുമെന്ന്. ശക്തിയും ബലമേറിയ ദൈവദൂതന്മാർ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ചില ദൈവമക്കൾ സാക്ഷി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പാസ്റ്ററെ, വണ്ടി എന്നെ ഇടിക്കാൻ വന്നെന്നറിയാം. ആരാണ്ട് എന്നെ എടുത്തു മാറ്റുന്നത് പോലെ ഞാൻ റോഡിന്റെ അപ്പുറം. അങ്ങനെ തന്നെ നിന്നെ എടുത്തു മാറ്റിയത് ദൈവത്തിന്റെ ദൂതനാ. വണ്ടി കയറി അരകണ്ട സന്ദർഭങ്ങൾ നിന്നെ നടുറോടി തള്ളിയിട്ട് വള്ളിക്കൊട്ടയ്ക്കകത്ത് വാരിയെടുക്കത്തക്ക വിധത്തിൽ വൈരി നിനക്കെതിരെ വാടകോരിയപ്പോൾ അനർത്ഥത്തിനേൽപ്പിക്കാതെ, അപകടത്തിനേൽപ്പിക്കാതെ, ശത്രുവിന്റെ ഇഷ്ടത്തിനേൽപ്പിക്കാതെ നിന്നെ വിടിവിച്ചത് ദൈവത്തിന്റെ ദൂതനാ. ഓ, അവരുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടിവിക്കും. ഓ, ദൈവത്തിന്റെ മഹത്വം. അവൻ ഇന്ന് രാത്രി ഇത് ഏകദിന സുവിശേഷ യോഗമാണെങ്കിലും ദൈവാത്മാവ് ഇങ്ങനെ നടത്തിപ്പിക്കടെ ദൂര് പറയുകയാ. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് ദൂര് പറയുകയാ. ഇന്ന് രാത്രി ദൈവം ചിലരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. നീ ആരാധിക്കുന്ന സഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്.
ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയാ. അപകടത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന്, പെടുമരണത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ ദൂതനുണ്ട്. വിശ്വസിക്കുന്നവർ, അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ ജയം. മരുഭൂമികൾ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവളോട് ഇന്ന് രാത്രി പറയുക, ഒന്ന് ദൈവത്തിന്റെ കരുതലുണ്ട്, 2 ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. Praise the Lord. Praise the Lord. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി. രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് രാവിലെ വന്ന് ചോദിക്കുക, ജീവനുള്ള ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേലെ, നീ അതിനകത്തുണ്ടോ? എന്റെ ഭാഷയെ പറഞ്ഞാൽ ദാനിയേൽ കരക്കോട്ട് കയറി കൈയടിച്ചേച്ച് പറഞ്ഞു, രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. രാജാവ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ വിട്ട് സിംഹത്തിന്റെ വായ അടച്ചു. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി കാരാഗൃഹത്തിൽ ദൂതനെ ഇറക്കും. പ്രാർത്ഥിക്കുന്ന പൗലോസിന് വേണ്ടി ദൈവം ദൂതനെ വിട്ട് അരുളപ്പാട് കൊടുത്തു. ഇന്ന് രാത്രിയിൽ മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓടിച്ചോടിച്ചങ്ങ് നിർത്തുകയാ. ഇനി എല്ലാം ഇടയ്ക്കത്തെ വാക്യം ഒന്നും പറയാൻ നേരമില്ല, എടുക്കുന്നില്ല, വിസ്തരിക്കുന്നില്ല. ആ പുറപ്പാട് 15:22 മുതലൊന്ന് ഓടിച്ചു വായിച്ചു. പുറപ്പാട് 15:22 അറിവുള്ള വാക്യം ഓടിച്ചു വായിച്ചു. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറ് മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ വൃക്ഷം കാണിച്ചു. അവനത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവരവനെ പരീക്ഷിച്ചു. അവിടെ വെച്ച് അവർക്ക് ചട്ടവും പ്രമാണവും ഒക്കെ കൊടുത്തു. നിന്റെ ദൈവമായുടെ വാക്ക് നീ സത്യയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമിലേക്ക് വരുത്തിയ യാതൊരു വ്യാധികളും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അടുത്ത വാക്യത്തിലുണ്ട് 27. പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറവും 70 ഈന്തപ്പനയും. അവിടെ അവർ വെള്ളത്തിൻ്റെ പാളയം ഇറങ്ങി. ഇതിനകത്ത് 1-2 പാഠങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഒന്ന്, മരുഭൂമികൾ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോളോട് ദൂത് പറയുക. ഒന്ന്, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. 2, ഈ മരുഭൂമിയിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ഇവിടെ വായിക്കുന്നത് അനന്തരം. അങ്ങനെ 15:22 അനന്തരം എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന സംഭവത്തിന് ശേഷം. എന്തുവാ മുമ്പ് നടന്നത്? ഒറ്റവക്കെ പറയാ, മിസ്രയീം വിട്ടുപോകുന്നു. എന്തുവാ മിസ്രയീം വിടുക എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ടു. എന്തുവാ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതെന്താ കാരണം? മിസ്രയീം ഈ ഇരുമ്പ് ചൂളയിൽ കിടക്കുക, ഫറവോന്റെ പിടിയിൽ കിടക്കുക. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിൽ ആചരിക്കണം. ആ കുഞ്ഞ കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കരുത്. പുറപ്പാട് പുസ്തകം 12:1 മുതൽ ആ പ്രമാണം കൊടുത്തിരിക്കുക. നിങ്ങൾക്കിത് മാസത്തിന്റെ ആരംഭമായിരിക്കണം. ആബീബ് മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. ആട്ടിൻകുട്ടിയുടെ യോഗ്യത 12:5 കിടപ്പുണ്ട്. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയോടോ ആകാം. അതിന് 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് ആ കുഞ്ഞാടിന്റെ രക്തമെടുത്ത് കട്ടളക്കാർ 2ലും കുറുമ്പടിമേലും പുരട്ടണം. കാല് ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി കുഞ്ഞാടിനെ തീയിൽ ചുട്ട് കയ്പ് ചീരിയും പുളിപ്പില്ലാത്ത അപ്പവും കൂടെ കൂട്ടിപ്പിടിച്ചതിനെ ഭുജിക്കണം. എന്നിട്ട് ആരും വെളിയിലിറങ്ങരുത്. അന്ന് രാത്രി സംഹാരദൂതൻ വരുന്നുണ്ട്. ചോരത്തളയില്ലാത്ത കുടുംബത്തിനകത്ത് കയറി ഏതിയാതന്മാർ ആമൻ പൊടുന്നനെ ആമൻ മാറ്റപ്പെടുമ്പോൾ പിടിപെടാന്ന് മരിച്ചു വീടുമ്പോൾ ചോരത്തളി ആചരിച്ച ഒരു കുടുംബത്തിൽ പോലും ദൃഷ്ടിവെക്കത്തില്ല. ഈ കുഞ്ഞാടാരാണ്? യേശു ക്രിസ്തുവിന്റെ നിഴല. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറയാതെ ആണ്ട് പോകുന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും അവൻ വിളക്കാകുന്ന കുഞ്ഞാടെന്നും വേളുകടിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിൽ പുസ്തകത്തിലുണ്ട്. ഈ കുഞ്ഞാട് മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാട്. എന്താ കുഞ്ഞാടിന്റെ പ്രത്യേകത? 1 വയസ്സ് പ്രായമുള്ളതുമാണ്, ഊനമില്ലാത്തതും. മുൻപേ ഓർപ്പിച്ചല്ല, ഊനമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം.
അവൻ പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ മറ്റവനെ ശാസിച്ചു. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ പറയാ, എടാ മുടിഞ്ഞോനെ മിണ്ടാതിരിക്ക്, ആണി കയറിയിട്ട് നീ അടങ്ങുന്നില്ലല്ലോ. അങ്ങനെ എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറയുക. ഒരുത്തൻ മറ്റവനെ ശാസിച്ചു, ആണി കയറിയിട്ട് നീ അല്ല. നമ്മളും ആണി കയറിയിട്ട് ഒതുങ്ങുന്നുണ്ടോ? 2018 വെള്ളപ്പൊക്കം ഒതുങ്ങിയോ നീ? നിന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ? നീ ഇപ്പോഴും അയലത്തുകാരുമായിട്ട് കൊമ്പ് കൊടുത്ത് നിൽക്കുകയല്ലേ? അല്ലേ? മിണ്ടുന്നില്ല. സ്വന്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടുന്നുണ്ടോ? നീ അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ? അമ്മായിയമ്മ മരുമകളുമായിട്ട് ഗുസ്തിയല്ലേ? തള്ളക്ക് 78 എന്നാലും കച്ചമുറി എടുത്ത് കുത്തിയച്ച് നടക്കാൻ മേലെ പെരുമുട്ടാ. എന്നാലും എന്താ വാടി തള്ളയെ ഒതുങ്ങേ, തൊലയാറായി. ഇത് കൂടുതൽ എങ്ങനെ പറയാനേ? ഇത് തന്നെ ഇച്ചിരി കട്ടിയാന്നാ നിങ്ങൾക്ക് തോന്നുന്നു? ഇല്ലല്ല, ഈ പള്ളിക്ക് ഈ മണി വേണം. ആണി കയറിയിട്ട് ഒതുങ്ങുന്നുണ്ടോ? കോവിഡ് വന്നില്ലേ? കോവിഡ് ഒതുങ്ങിയോ? ഇല്ലല്ലോ. എല്ലാം മൂടിക്കട്ടി എത്ര നാളിരുന്നു? വീടിന് വെളിയിലല്ല, അടുത്ത മുറിയിലോട്ട് കയറാൻ മേലല്ലോ. അമേരിക്കനും പേർഷ്യനും വന്നവർ അപ്പുറത്തെ മുറി കാണാൻ പറ്റുന്നുണ്ടോ? എത്ര നാൾ കഴിഞ്ഞാ കണ്ടേ? എന്നിട്ട് ഒതുങ്ങിയോ? സ്വന്തം ഭാര്യ പടഞ്ഞു മരിക്കുക, ഇത്തി വെള്ളം കൊടുക്കാനോ ഒരു അന്തിചുംബനം കൊടുക്കാനോ ഒത്തില്ലല്ലോ. ഒതുങ്ങിയോ? എന്നിട്ട് ഞാനെപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ ചില കാര്യങ്ങൾ പറയും. ചെല്ലു പറയാറുണ്ട്, വെള്ളപ്പൊക്കത്തിന് ഞാൻ എൻ്റെ കട്ടിലേ കിടന്നാലേ എനിക്ക് ഉറക്കം. എൻ്റെ മെത്ത, എൻ്റെ തലയണ, എൻ്റെ കട്ടില്, എൻ്റെ മെത്ത. വെള്ളപ്പൊക്കം വന്നപ്പം ക്യാമ്പിൽ പോയി കിടക്കുക, ബെഞ്ചേലെ മെത്തയെല്ലാം വെള്ളം കയറിപ്പോയി. ഒതുങ്ങിയോ? ചെല്ലുപടത്തിൽ അമ്മാമ്മയെ എല്ലാ പിള്ളേരെയും പോലല്ല മോള്, അവളെ പിന്നെ എല്ലാ ഫുഡും അവളെ യൂസ് ചെയ്യല. പിന്നെ എന്നെ അവൾ യൂസ് ചെയ്യുന്നേ, അവളെ കിങ് ഫിഷ് മാത്രമേ, കിങ് ഫിഷ് എന്നല്ലേ അതിൻ്റെ ഞാനങ്ങ് പറഞ്ഞതാ. ഒത്തോ? അല്ലെന്ന്, മീൻ നെന്മീൻ അതാണോ? പിന്നല്ലെന്ന് കിങ് രാജാവെന്നൊക്കെ എനിക്കറിയാം. പിന്നെ എന്നെ അങ്ങനെ അപ്പൊ എന്തായാലും ഒരു നിർബന്ധം പറയുന്നില്ലേ, അവളെ എല്ലാം ഫുഡ് ഒന്നും കഴിക്കുകയല്ല. ഞങ്ങളുടെ പപ്പ മട്ടനെ യൂസ് ചെയ്യുള്ളൂ. പപ്പ ബീഫ് നോ. ഇവൻ കുട്ടൻ തിന്ന് കിടന്നവനാ. കുട്ടൻ എന്ന് പറയുന്ന ഒരു കുറിച്ചിയുണ്ട്, കുട്ടമീൻ ഉണക്കമീനാ. കണ്ടിട്ടുണ്ടോ? കൊള്ളാം, ചുട്ടത് നൂപ്പാട് വന്ന് വെച്ചിരിക്കുക കപ്പ പിടുങ്ങിയതുമായിട്ട്. അതാ കുട്ടൻ തിന്നവനല്ല. ഇപ്പൊ കാശ് കിട്ടിയപ്പം മട്ടൻ. ആയിക്കോട്ടെ. കുറ്റമല്ലി പറഞ്ഞത്. ദൈവം തരുന്ന നന്മയ്ക്കനുസരിച്ച് ജീവിച്ചു, അഹങ്കരിക്കരുത്. ഇതെല്ലാം വന്നിട്ട് പഠിക്കുന്നില്ലല്ലോ. ഉണ്ടോ? നെന്മീൻ മാത്രം യൂസ് ചെയ്തവളും ചിക്കൻ്റെ കാല് അവൻ ഉപയോഗിക്കുള്ളൂ. തുട അവന് ഇഷ്ടമല്ല. നെഞ്ചിൻ്റെ വട അത് ആ വല്യമ്മ തള്ളക്ക് കൊടുക്കും. അള്ള ഇരുന്ന് കടിച്ച് പറിച്ച് 2.5 മണിക്കൂർ കൊണ്ട് അവന് തൊട. ഈ തൊട തിന്നവനും സ്തോത്രം. നെന്മീൻ കൂട്ടിയവൾ വല്ല അവസാനം ഇവിടെ അത്രയും രൂക്ഷമല്ല. വെള്ളപ്പൊക്കം വന്നപ്പോൾ കണ്ടതല്ലേ ബണ്ണ് തട്ടിപ്പറിക്കുന്നേ. എനിക്കിപ്പോൾ തൊട വേണ്ടേ? ബണ്ണും പഴവും ഇപ്പം തൊട വേണ്ട. ഞാൻ ഈ ഡ്രസ്സ് കൊടുത്തോണ്ടൊന്നും ഞാൻ യോഗത്തിന്, എനിക്ക് കല്യാണത്തിനും എനിക്ക് എത്ര സാരി ഉണ്ട്, എന്നിട്ട് ബോധിക്കുന്നില്ലല്ലോ. ആണി കയറിയിട്ട് ഒതുക്കം വരുന്നുണ്ടോ? അങ്ങനെയൊക്കെ തുണി നിർബന്ധം പറഞ്ഞ പുള്ളിക്കാർ ഒരു തള്ള അവർ തന്നെ സാക്ഷി പറഞ്ഞ അച്ചായന് വേണ്ട തുണിയൊന്നുമില്ലായിരുന്നു, ഹെലികോപ്റ്ററിൽ കൊണ്ട് തിരുവനന്തപുരത്ത് ഇറക്കി. എല്ലാ വസ്ത്രമൊന്നും അച്ചായന് ഇല്ലായിരുന്നു. എന്താ തള്ള പറഞ്ഞ് ഞാൻ കേട്ടതാ, ഞാൻ പറഞ്ഞതല്ല. വേണ്ട തുണിയൊന്നും ഇല്ല. എന്നാലും ടറസിൻ്റെ മണ്ടയിൽ കണ്ടത്. അപ്പോൾ അവരോടത്ത് രക്ഷപ്പെടാനാന്ന് ഒക്കെ എടുത്തോണ്ട് തിരുവനന്തപുരത്ത് എങ്ങാണ്ട് കൊണ്ട്. നിങ്ങൾ അത് കേട്ടോ ഒന്നുമില്ലേ? ആട്ടെ, സ്തോത്രം. വേറൊരാൾ ഇത്തറ്റം വെള്ളത്തിൽ നിന്ന് പറയാ മന്ത്രി വന്നില്ലെന്ന്. നീ രക്ഷപ്പെടണ്ടേ? മന്ത്രിയാണോ കടുത്തറ്റം വെള്ളത്തിൽ വന്ന് കണ്ടതല്ലേ? ചെല്ലു പറഞ്ഞു, ഞാൻ കാറില്ലാതെങ്ങും. നമ്മൾ കണ്ടത് ഒരു മുടുത്ത ചെമ്പിനകത്തൊരു തള്ള ഇരിക്കുന്നു. മുടുത്തൊരു തള്ളയാ.
ഇരുന്നുകൊണ്ട് പോകുന്നു. ഒരുത്തൻ ചെമ്പും തള്ളിക്കൊണ്ട് തള്ള, നിങ്ങൾ കണ്ടതാണോ എന്നറിയത്തില്ല, ഞാൻ കണ്ടതാ, ഏതാണെന്നൊന്നും എനിക്കറിയാമെന്നല്ല, ഒരുമാതിരി ഒരു മുഴുത്തൊരു തള്ള. ഒരുത്ത മുഴുത്ത ചെമ്പിനകത്ത് തള്ള ഇങ്ങനെ ഇരിക്കുക, അടക്കോഴി ഇരിക്കും പോലെ. അവരെയും തള്ളിക്കൊണ്ട് കുറ്റമല്ലി പറഞ്ഞ് ഇതൊക്കെ വന്നിട്ട് ഒതുങ്ങുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. ഉണ്ടോ? കോവിഡ് വന്നിട്ട് നിനക്ക് സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ടോ? നീ സഹജീവികളോട് എങ്ങനെയാണ് ഇടപെടുന്നത്? അയലത്തുകാരോട് എങ്ങനെയാണ് ഇടപെടുന്നത്? സഹോദരങ്ങളോട് എങ്ങനെയാണ് ഇടപെടുന്നത്? ഒരു സഭയിലാണ് നീ കൂടുന്നത്. ഇപ്പോൾ നീ കൊമ്പ് കോർക്കുകയല്ലേ, കമ്മിറ്റി കൂടുമ്പോൾ നീ പിന്നെ തെറുത്ത് വെക്കുകയല്ലേ കൈ. എടാ, ആണി കയറിയിട്ട് നീ ഒതുങ്ങുന്നുണ്ടോ? ഞാൻ നിർത്താൻ വേണ്ടിയാണോ നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നേ? ഇപ്പം നിർത്താം. ഗുണമാകുന്നെങ്കിൽ ഈ കൈക്ക് ഗുണമായിക്കോട്ടെ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി അവൻ ദുഷ്പ്രവർത്തിക്കാരൻ പറയാ, മിണ്ടാതിരിയടാ, നമ്മൾ ദോഷം ചെയ്തിട്ടാ ക്രൂശേ കയറിയത്. ഈ നീതിമാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരനും പറഞ്ഞു അവിടുന്ന് നീതിമാനാ. നമ്മുടെ കർത്താവിന്റെ തിരുമരണ സമയത്ത് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം കൂടിരുട്ടുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അണ്ടകടാകമെല്ലാം ആടികുലഞ്ഞു. ഭൂമി കുലുങ്ങി. കല്ലറകൾ തുറന്നു. ചിലരൊക്കെ പ്രത്യക്ഷപ്പെട്ടു. ദൈവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് രണ്ടായി ചീന്തി. ആമൻ സ്തോത്രം. സൂര്യനും കണ്ണടച്ചു. മുഴുവൻ കൂടിരിട്ട്, ഭൂകമ്പം എന്ന് വേണ്ട ഈ കോലാഹലമെല്ലാം നടന്നപ്പോൾ അവൻ കടന്നുപോയവനും വഴി നടന്നവനും ശതാധിപനും എല്ലാം ഇത് കണ്ടേച്ച് പറയുകയാ, അയ്യോ, വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാനാ. ഇന്ന് രാത്രി ഊനമില്ലാത്ത, പാപമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത, അപാകതയില്ലാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശുക്രിസ്തു. ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നീ ക്രൂശേ ധ്യാനിക്ക്. നിനക്ക് വേണ്ടി ജീവനെ തന്നവൻ, നിനക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ അവൻ രക്തം ചിന്തിയ നസ്രായെങ്കിലേക്ക് കൺകൾ ഉയർത്ത്. ഇന്ന് രാത്രി നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. യാതൊരു കളങ്കമില്ലാത്ത കുഞ്ഞാട്. അവർ കുഞ്ഞാടിനെ എടുത്ത് ചോരത്തല ആചരിച്ചു. ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടണം. പള്ളിപ്പറമ്പ് ജീവിച്ചത് കൊണ്ടോ, പള്ളിക്കുന്നേലെ വീട്ടുപേരുള്ളത് കൊണ്ടോ, പകലോ മറ്റത്തെയോ, ശങ്കരിപുരിയിലെയോ, കാളികാവിലെയോ, കളീക്കലയോ, പിന്നെ അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ. തോമാസ് ലീഗായുടെ കുടുംബത്തിൽപ്പെട്ടതാണൊക്കെ വീരസ്യം പറയും. അവിടെയൊക്കെ പറഞ്ഞിരിക്കണം, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. പള്ളിക്ക് തലം കൊടുത്തത് കൊണ്ടോ, പെന്തിക്കോസ് കോള് വെക്കാൻ തലം കൊടുത്തത് കൊണ്ടോ, പാൻ മേടിച്ചു കൊടുത്തുകൊണ്ടോ, സ്വോത്ര കാണിച്ചു കൊടുത്തുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. പേര് മത്തായി എന്നോ ജോർജ് എന്നോ അന്നമ്മയെന്നോ ചിന്നമ്മയെന്ന് വെച്ചുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ വേറെ പുസ്തകം പഠിപ്പിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ, നീ രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അവൻ മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, നീ സ്നാനപ്പെടണം. അതിലോട്ട് ഞാൻ വരുന്നുണ്ട്. സമയമില്ലേലും വന്നേച്ചുള്ളൂ, നാളെ യോഗമില്ലത് പറഞ്ഞേച്ചേ ഒക്കുള്ളൂ. 2, ആമൻ സ്തോത്രം. ഇവര് കുഞ്ഞാടിനടുത്ത് ചോരത്തല ആചരിച്ചു. ചോരത്തല ആചരിച്ച് രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടവരും ഇസ്രായേലിൽ നിന്നില്ല, ഇസ്രായേൽ വിട്ടു. രക്ഷിക്കപ്പെട്ടാൽ വിട്ടോണം. വിട്ട് ചെങ്കടൽ കടന്നു. അത് സ്നാനത്തിനൊരു മുൻകുറിയാ. എല്ലാവരും സ്നാനപ്പെടണം. രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്നാനപ്പെടണം. എങ്ങനെ? വെള്ളത്തിൽ മുങ്ങണം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. അതാ യേശു നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. സ്നാനം വെള്ളത്തിൽ മുങ്ങി, അതാ ശരിയായ സ്നാനം. സ്നാനപ്പെടണം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. അങ്ങനെ സ്നാനപ്പെട്ട് മറകയറി പാട്ടുപാടി ബലപ്പെട്ടവര് പിന്നത്തെ എത്തിയത് വെള്ളമില്ലാത്ത സ്ഥലത്താ. ഒരു കാര്യം പറയാം, മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ദൈവമക്കളോട് പറയാ, ചില സന്ദർഭങ്ങളിൽ ഞെരുക്കവും മാറായുമൊക്കെ വരും. അവിടെ വായിക്കുന്നത് മാറയിലെത്തി. മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിയില്ല, കയ്പാ. ജീവിതത്തിൽ മാറയുടെ അനുഭവങ്ങൾ വരും, കൈപ്പേറിയ രംഗങ്ങൾ വരും. തളർന്നു പോകരുത്. അതിൻ്റെ നടുവിൽ ഇവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം ഒരു വൃക്ഷം കാണിച്ചു. അവനത് വെട്ടി അതിൻ്റെ കമ്പ് മാറയിൽ ഇട്ടപ്പോൾ മാറ മധുരമായി. ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ വൃക്ഷം മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന വൃക്ഷം. അത് വെട്ടി അതിൻ്റെ കൊമ്പ് ഈ മാറയിലേക്ക് ഇട്ടപ്പോൾ മാറ മധുരിച്ചു. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പറയാം, ഏത് വൃക്ഷത്തെയും പച്ചയ്ക്ക് പച്ചയെ വെട്ടിയാൽ അതിനൊരു കറ കാണും.
അങ്ങനെയെങ്കിൽ മോശ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി കയ്പ് മാറയിലോട്ടിട്ടപ്പോൾ വൃക്ഷത്തിന്റെ കറ ഈ മാറയിലേക്ക് ലയിച്ചപ്പോൾ മാറ മധുരമുള്ളതായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ സ്തോത്രം. നല്ല വൃക്ഷമാകുന്ന യേശു ക്രിസ്തുവിനെ വെട്ടി ആദ്യത്തെ വെട്ട് നടന്നത് ഗദസമനെ വെച്ചാ. ആമേൻ കിദ്രോന്തോട് കടന്ന് പ്രാർത്ഥിപ്പാൻ പോയി യൂദയുടെ ഒറ്റക്കൊടുപ്പിനാൽ വാളും വടിയും തീവട്ടിയും ബന്ധങ്ങളുമായി ആമേൻ വട്ടം വളഞ്ഞ് ഒരു കള്ളനെ പിടിച്ചു കെട്ടാൻ വരും പോലെ വന്ന് അവിടെ വെച്ച് ആദ്യം വെട്ടി. അവിടെ മുതൽ വെട്ട് തുടങ്ങി. പീലാത്തോസിന്റെ കൽത്തളത്തിലും ആമേൻ ഹെരോദാവിന്റെ അടുക്കലും മഹാപുരോഹിതന്മാരും സന്നിധി സംഘങ്ങളും വന്നവനെല്ലാം വെട്ടുക. ചുമ്മാ നിന്നവനും വെട്ടി. മുഖത്ത് കാർക്ക് ചുതുപ്പി മുൾക്കിരീടധാരിയായി മുഖത്തെ രോമം പിടിതെടുക്കപ്പെട്ടവനായി വെട്ടുക. വരുന്നവനെല്ലാം കയറി വെട്ടുക. ദാക്ഷിണ്യമില്ലാതെ ദയ തോന്നാതെ എല്ലാവരും കയറി വെട്ടി. അവൻ കണ്ണടച്ച് കണ്ണ് മൂടിക്കെട്ടി കർണത്ത് അടിച്ച് മുഖത്ത് കയർക്കിച്ച് കരുതി കൂട്ടി തുപ്പി എന്ന് വേണ്ട ഈ പങ്കപ്പാടുകൾ മുഴുവൻ സഹിച്ച് വെട്ടേറ്റ് ഒടുവിൽ ആമ പൈമര കുരിശുമെടുത്തുകൊണ്ട് ഈ തടിയുമെടുത്തുകൊണ്ട് നടന്നും വേച്ചും പറച്ചും കാൽവറിയുടെ കൊലമരത്തിൽ 2 ദുഷ്പ്രവർത്തിക്കാണ് നടുവിൽ 3 ആമ ഇരുമ്പാനുകൾ കേൾപ്പിച്ചു കൊടുത്ത് ഒടുവിലത്തെ വെട്ടൊരു കരണയില്ലാത്ത പടയാളി ഒരു കുന്തമെടുത്ത് വിലാപ്പുറത്ത് കുത്തി ഒടുവിലത്തെ വെട്ടതാ. ആമൻ സ്തോത്രം. മരിച്ചെന്നുറപ്പ് വരുത്തുക. ആമൻ PV തൊമ്മിയാന്ന് തോന്നുന്നു ഒരു പാട്ട് പാടി. അത് എല്ലാവർക്കും അറിയാവോന്നറിയത്തില്ല, തെറ്റുകാരനെ ക്ഷമിക്കണം. ആ പാട്ടിന്റെ വരി അത് ഹൃദയവേദനയോടെ ഞാനും പാടാറുണ്ട്. ആ വരി ഇങ്ങനെ: കരുണയില്ലാത്ത പടയാളിയൊരു പെരിയ കുന്തം അങ്ങെടുത്തു, കരുണയില്ലാത്ത പടയാളിയൊരു പെരിയ കുന്തം അങ്ങെടുത്തു, കുത്തി തുറന്നു ചങ്കിൽ ഉടനെ ഒഴുകി ജലവും രക്തവും ഉടനെ, കുത്തി തുറന്നു ചങ്കിൽ ഉടനെ ഒഴുകി ജലവും രക്തവും ഉടനെ. ശ്രദ്ധിക്കുക. ആമൻ ഗദസമന മുതൽ വെട്ടി ഒടുവിലത്തെ വെട്ട് കാൽവറിയിൽ വെച്ച് വെട്ടി. യേശു ഉറക്കെന്നുള്ള വിളിച്ച് പ്രേരണ വിട്ടു. അവിടുത്തെ തിരുശരീരമാകുന്ന തായ്തടിയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കറയാകുന്ന രക്തം നിന്റെ പ്രശ്നമാകുന്ന മാറയിലേക്ക് ലഭിച്ചപ്പോൾ അത് മധുരമുള്ളതായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിന് ജയമുണ്ട്. ഈ രക്തം വിലയേറിയ രക്തം, ഈ രക്തം പുണ്യാക രക്തം, ഈ രക്തം സംസാരിക്കുന്ന രക്തം, ഈ രക്തം രോഗശാന്തി തരുന്ന രക്തം, ഈ രക്തം നിനക്ക് സമാധാനം തരുന്ന രക്തം, ഈ രക്തം നിന്റെ പാപത്തെ മോചിക്കുന്ന രക്തം, ഈ രക്തം നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം, ആട്ടുകൊറ്റന്മാരുടെ കാടക്കിടാക്കടൻ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഇന്ന് രാത്രി ആ രക്തത്താൽ ജയമുണ്ടെന്ന് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത്. അവർ തങ്ങളുടെ സാക്ഷ്യവചനത്താൽ കുഞ്ഞാടിന്റെ രക്തത്താലും ജയിച്ചു. ഇന്ന് രാത്രി യേശുവിന്റെ രക്തം നിനക്ക് ജയം തരും. പരാജയത്തിന്റെ പടുകുടിയിൽ ആരെങ്കിലും കിടക്കുക, ആത്മഹത്യ അല്ലതിന്റെ പരിഹാരം, നാട് വിടുന്നതല്ല പരിഹാരം, മദ്യപാനമല്ല പരിഹാരം, ലഹരി പദാർത്ഥമല്ല പരിഹാരം, തൂകിച്ചാകുന്നതല്ല പരിഹാരം, തീർത്ഥയാത്രയല്ല പരിഹാരം. പരിഹാരം യേശുവിലുണ്ട്. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ആ രക്തം നിന്നെ വിടുവിക്കുന്ന രക്തമാ, പാപമോചിക്കുന്ന രക്തം, രോഗസൗഖ്യമാക്കുന്ന രക്തം. ഈ മരുഭൂമിയുടെ രക്തം ഇന്ന് രാത്രി വ്യാപരിക്കുക. വിശ്വസിച്ചേറ്റെടുക്ക്. ഇന്ന് രാത്രി നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോളോട് പറയാ: 1 ദൈവത്തിന്റെ കരുതലുണ്ട്, 2 ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്, 3 മാറായുണ്ട്, അതിന്റെ പിന്നാലെ മധുരമുണ്ട്. വായിപ്പിക്കുന്നില്ല അടുത്ത വാക്യത്തിൽ: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. രോഗശാന്തിയുണ്ട്. ഇന്ന് രാത്രി സകല രോഗത്തിന് യേശു സൗഖ്യം വരുത്തും. പുസ്തകത്തിലെ വാക്യം അങ്ങനെ: യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, സകല രോഗത്തെ ഇന്ന് രാത്രി സൗഖ്യമാക്കും. ഇന്ന് രാത്രി അവിടുത്തെ അടിപ്പണരാൽ നിനക്ക് സൗഖ്യം വന്ന് വരിക. വിശ്വസിക്ക്. ഈ മരുഭൂമിയിൽ രോഗശാന്തിയുണ്ട്. സ്തോത്രം. നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം.
പുറപ്പാട് 15:27 എലീമിലെത്തി. വ്യാഖ്യാനിക്കുന്നില്ല, സമൃദ്ധിയാണ്. സമൃദ്ധി എന്ന് പറഞ്ഞാൽ കണ്ടമാനം കാശുമെല്ലാം വന്ന് അംബാനിയെ അല്ലെങ്കിൽ ടാറ്റായെ പോലെ ജീവിക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കുന്നതാണ്. അത് ആത്മീക സമൃദ്ധി. പൗലോസ് പറഞ്ഞൊരു ഫലമുണ്ട്, എനിക്ക് താഴ്ചയിലിരിപ്പാനും തൃപ്തനായിട്ടിരിപ്പാനും വിശന്നിരിപ്പാനും എല്ലാം അറിയാം. ആ ഫിലിപ്പിയ ലേഖനം 4:10 മുതൽ വായിക്കേണ്ട അറിയാമല്ലോ. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എന്നിട്ട് പറഞ്ഞ് എല്ലാം ഞാൻ ശീലിച്ചു. എല്ലാം ശീലിച്ചെന്ന എന്നിട്ട് നമ്മൾ ആരും പറയാത്തൊരു സാക്ഷ്യം പൗലോസ് പറഞ്ഞു. ഞാനോ നിങ്ങളോ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുമോയെന്നും എനിക്ക് സംശയമുണ്ട്. പക്ഷേ പൗലോസ് ഒരു സാക്ഷ്യം പറഞ്ഞ 4:18 ഇങ്ങനെ, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. അടുത്ത പദം സമൃദ്ധിയായിട്ടും ഇരിക്കുന്നു. ഇത് പറയുമ്പോൾ പുള്ളിക്ക് ആകെ കൂടെ ഉള്ളതൊരു പുതപ്പും പുസ്തകവും ചർമ്മലിഖിതവുമാണ്. പക്ഷേ സംതൃപ്തിയാ. ഇതാ എലീമ, നിനക്ക് സംതൃപ്തിയുണ്ട്. യേശു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടല്ലോ. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് പോകണം. ഇതൊരു രക്ഷാ ദിവസമാണ്, സുപ്രസാദ കാലമാണ്, നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് രാത്രി മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരു വള നിന്നെ പുലർത്തുവാൻ ദൈവം വിശ്വസ്തൻ. സമയം പോയതുകൊണ്ട് ബാക്കി ഭാഗമൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒത്തിരി അതിക്രമിച്ചല്ലോ, മതി, നാളെ ഇല്ലല്ലോ, അങ്ങാട്ടെ ഇനി നമ്മൾ പോയി തിന്നേച്ച് കിടന്ന് ഉറങ്ങാൻ പോവുക. അപ്പോൾ എനിക്ക് കൂടുതലും ദൂരം പോകണ്ടേ, മതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ആരെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും. എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ പാപത്തെ മോചിക്കണം, എന്നെ അവിടുത്തെ പൈതലാക്കി തീർക്കണം. ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ യേശു ഇന്ന് രാത്രി രക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ 2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. നീ പിന്നെയും പഴയ സ്ഥലത്ത് പോയി കുഴയരുത്. മുങ്ങണം, വെള്ളത്തിൽ മുങ്ങണം. ഞങ്ങളുടെ അമ്മുക്കുട്ടിയമ്മ മുങ്ങിയതുപോലെ തന്നെ പോയി മുങ്ങരുത്. തുണി കഴുകിക്കൊണ്ടിരുന്നപ്പം ബാക്കി ഓർത്ത് തന്നെ അങ്ങ് മുങ്ങി. അങ്ങനല്ല, ഒരു സ്നാപകനുണ്ടായിരിക്കണം, മുക്കണം. യേശു മാതൃക കാണിച്ചു തന്നു. വെള്ളത്തിൽ മുങ്ങണം, പോരാ. 3 അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം എന്നുള്ള പദം കേൾക്കുമ്പോൾ ചിലർക്ക് ഉടക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഉടക്കാനില്ല, അഭിഷേകം പ്രാപിക്കണം. നീ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതാരുടെ കുത്തകയല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പോരാ, തിരുമേശ കിടക്കണം. തിരുമേശയില്ലാത്ത ആരാധനയല്ല. തിരുമേശ അനുഭവിച്ച് നോക്കൂ. കഷ്ടാനുഭവങ്ങളെ ഓർക്കണം, അത് ധ്യാനിക്കണം. തിരുമേശ കിടക്കണം. അപ്പം നുറുക്കൽ കൂട്ടായ്മ കൂടണം, അപ്പം നുറുക്കണം. തിരുമേശ കൊണ്ടുവരുമ്പോൾ ട്രാഫിക് പോലീസിനെ പോലെ നിൽക്കരുത്, അതെടുക്കണം. അല്ലേ, ജീവൻ കാണുകയില്ല. വേർപാട് പാലിക്കണം, കർക്കശമായ വേർപാട് പാലിക്കണം. പ്രാർത്ഥനയും കൂട്ടായ്മയും ആരാധനയും മുടങ്ങരുത്. ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഇന്ന് രാത്രി ഈ വിധത്തിൽ സമർപ്പണമുള്ളവർ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ.